വികസനത്തിന്റെ പാതയിലാണ് ആലപ്പുഴ. കായൽ സൗന്ദര്യം ആസ്വദിക്കാനെത്തുന്ന വിനോദസഞ്ചാരികൾക്കിടയിൽ ജലഗതാഗത വകുപ്പിന്റെ വാട്ടർ ടാക്സി സർവീസ് ഹിറ്റാകുന്നു. പരീക്ഷണാർത്ഥം തുടങ്ങിയ വാട്ടർ ടാക്സിയിൽ ഉല്ലാസയാത്രയ്ക്കെത്തുന്ന സഞ്ചാരികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. സ്വകാര്യ ഏജൻസികൾ ഒരാൾക്ക് 200 മുതൽ 250 രൂപ വരെ ഈടാക്കുമ്പോൾ 100 രൂപയാണ് ജലഗതാഗത വകുപ്പിന്റെ വാട്ടർ ടാക്സിയിലെ നിരക്ക്. പാതിരാമണലിലെ ഉൾക്കാഴ്ചകൾ കാണാനും അവസരമൊരുക്കിയാണ് ഈ യാത്ര. ഒരു തവണ 10 മുതൽ 15 പേരെ വരെ വഹിക്കുന്നതാണ് വാട്ടർ ടാക്സി. സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ മുഹമ്മ സ്റ്റേഷനിൽ നിന്നും എല്ലാ ദിവസവും രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് സർവീസ്. ഹൗസ് ബോട്ട്, ഷിക്കാര, സ്പീഡ് ബോട്ടുകൾക്ക് വലിയ നിരക്ക് വാങ്ങുമ്പോൾ സാധാരണക്കാർക്ക് ആശ്വാസമേകുന്ന നിരക്കിലാണ് വാട്ടർ ടാക്സി സർവീസ്. ഇപ്പോൾ ഒരു വാട്ടർ ടാക്സിയാണുള്ളത്. വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ കൂടുതൽ വാട്ടർ ടാക്സികൾ അനുവദിക്കണമെന്ന ആവശ്യം ശക്തമായി. അവധി ദിവസങ്ങളിൽ 14,000 രൂപയും മറ്റു ദിവസങ്ങളിൽ ശരാശരി 8,500 മുതൽ 9,000 രൂപയുമാണ് വാട്ടർ ടാക്സിയിൽ നിന്നുള്ള ദിവസ വരുമാനം. ജലഗതാഗത വകുപ്പ് മുഹമ്മ സ്റ്റേഷനിൽ വാട്ടർ ടാക്സിയിൽ യാത്രക്കാരുടെ എണ്ണം വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ ഒരു വാട്ടർ ടാക്സി കൂടി ലഭിക്കുന്നതിന് ജലഗതാഗത വകുപ്പ് ഡയറക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മുഹമ്മ സ്റ്റേഷൻ മാസ്റ്റർ ഷാനവാസ് ഖാൻ പറഞ്ഞു. കുറഞ്ഞ ചെലവിൽ കൂടുതൽ കാഴ്ചകൾ കണ്ട് മടങ്ങാനാവുന്ന വാട്ടർ ടാക്സി സർവീസ് വിനോദസഞ്ചാരികൾ പ്രയോജനപ്പെടുത്തണമെന്ന് സ്ട്രാങ്ക് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി CT ആദർശും പറഞ്ഞു. കിഴക്കിന്റെ വെനീസായ ആലപ്പുഴയിൽ വാട്ടർ ടാക്സി ഒരുങ്ങിയിരിക്കുകയാണ്. റോഡ് ഗതാഗത മേഖലയിൽ നിന്ന് വ്യത്യസ്തമായി ഉൾനാടൻ ജലഗതാഗത മേഖലയിൽ ടാക്സി സർവീസ് നടത്തിയിട്ടില്ല. റോഡ് ഗതാഗത മേഖലകളിലെ യാത്രക്കാർ വ്യാപകമായി ടാക്സി സേവനങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ സുഗമവും വേഗത്തിലുള്ളതുമായ ഗതാഗതത്തിന്റെ പ്രയോജനം ആസ്വദിക്കുന്നുണ്ട്. ഉൾനാടൻ ജലഗതാഗതത്തിൽ വാട്ടർ ടാക്സി സേവനങ്ങൾ അവതരിപ്പിക്കുകയെന്ന ആശയം യാത്രക്കാർക്കിടയിലും ടൂറിസം മേഖലയിലും ഉത്തേജനം നൽകും. ഇത് സാധാരണക്കാർക്ക് ആശ്വാസം പകരും. പ്രത്യേകിച്ച് COVID-19 പാൻഡമിക് കാലഘട്ടത്തിൽ ഒരു നവീന ഗതാഗത സംരംഭമായ വാട്ടർ ടാക്സി സംവിധാനം നടപ്പിലാക്കുന്നത് ഭാവിയിലെ ബഹുമുഖ സേവന പ്രവർത്തനങ്ങൾ മോഡുലേറ്റ് ചെയ്യുന്നതിൽ വകുപ്പിന് നിർണായക നാഴികക്കല്ലായി ഇത് മാറും. യാത്രക്കാർക്ക് വേഗത്തിലുള്ള യാത്ര സുഗമമാക്കുന്ന ആധുനിക സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത കാറ്റാമറൻ ബോട്ടുകളാണിത്. 15 നോട്ടിക്കൽ മൈൽ സ്പീഡ് ആക്സിലറേഷൻ ശേഷിയുള്ള ഈ കപ്പലിന് ഒരേ സമയം 10 യാത്രക്കാർക്കൊപ്പം സുഖമായി യാത്ര ചെയ്യാം. ചങ്ങനാശ്ശേരി ആലപ്പുഴ റൂട്ടിലാണ് ആദ്യ വാട്ടർ ടാക്സി സജ്ജമാക്കിയത്. എന്നാൽ ഈ റൂട്ടിൽ പോളശല്യം കൂടുതലായതും വെള്ളം ഉയർന്നു കിടക്കുമ്പോൾ പാലങ്ങൾക്കടിയിലൂടെ ബോട്ടിന് കടന്നുപോകാൻ ബുദ്ധിമുട്ടുള്ളതും കണക്കിലെടുത്ത് ഈ ബോട്ട് മുഹമ്മയിലേക്ക് മാറ്റി. മുഹമ്മ ബോട്ട് ജെട്ടിയിൽ നിന്ന് പാതിരാമണൽ ദ്വീപിലേക്കാണ് ബോട്ട് സർവീസ് നടത്തുന്നത്. പാതിരാമണൽ സന്ദർശിക്കാനെത്തുന്ന പലരും കായ്പുറം ബോട്ട് ജെട്ടിയിലാണ് എത്തുന്നത്. അതിനാൽ കായ്പുറം ബോട്ട് ജെട്ടിയിൽ നിന്നും ഈ വാട്ടർ ടാക്സി സർവീസ് നടത്താനും ജലഗതാഗത വകുപ്പ് ശ്രമിക്കുന്നുണ്ട്. വകുപ്പിന് കീഴിലെ രണ്ടാമത്തെ വാട്ടർ ടാക്സി പറശ്ശിനിക്കടവിലാണ് സർവീസ് നടത്തിയത്. ഇതിന് മികച്ച പ്രതികരണം ലഭിച്ചതോടെ അടുത്തതും പറശ്ശിനിക്കടവ് കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുകയാണ്. പുതിയ ബോട്ടിന്റെ അവസാനഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നിർമ്മാണം കഴിഞ്ഞ് ബോട്ട് എത്തുന്നതോടെയാകും എവിടെയാണ് ബോട്ട് സർവീസ് നടത്തുക എന്ന് തീരുമാനിക്കുക. ഇൻഷുറൻസ് പരിരക്ഷയുമുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.